ഓണക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു വിഭവം നല്ല പയറൊക്കെ ഇട്ട മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ ഇന്ന് നമ്മുടെ രുചിയോണത്തിൽ വ്യത്യസ്തമായ ഒരു എരിശ്ശേരിയാണ് കാണാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഷെഫ്, എങ്ങനെയാ ഈ മത്തങ്ങ എരിശ്ശേരി ഇന്ന് സ്പെഷ്യൽ ആവുന്നത്? എന്റെ പേര് വന്നിട്ട് ഫ്രൈഡ് മത്തങ്ങ എരിശ്ശേരി. മസാല ഫ്രൈ ചെയ്തിട്ട്, കാരണം എല്ലാവരും സദ്യ വിളമ്പുമ്പോൾ നമ്മുടെ അവിയലുണ്ട്, തോരനുണ്ട്, ഓളനുണ്ട്, ഇതിലെല്ലാത്തിലും നമ്മൾ പച്ചത്തേങ്ങ അരയ്ക്കുന്നതാണ്. ഞങ്ങൾ ഒരു ക്രിയേറ്റീവായിട്ട് അത് നോക്കിയതാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ വറുത്തര മസാല ഉണ്ടാക്കി തീർച്ചയായിട്ടും. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്താ? ഇതിപ്പോ എന്തെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാ? മത്തങ്ങ, പൗഡർ, ഗ്രീൻ ചില്ലി, ഗാർലിക് ഇത്ര ഇട്ടിട്ട് ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ. ഈ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഈ അരപ്പിൽ എന്തൊക്കെയുള്ളത്? ഇതില് ഗാർലിക്, ജീരകം, ഗാർലിക്, പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. സോൾട്ട് ഇട്ട് വേവിച്ച വൻപയർ അതും കൂടെ ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി വറുത്തര മസാലയും ചേർക്കാം. ഇതിലിപ്പോ എന്തൊക്കെയുള്ളത്? പച്ചമുളക്, കറിവേപ്പില, തേങ്ങ. ആ വറുത്തരച്ച കറിയുടെ മൊത്തത്തിൽ ലുക്ക് അങ്ങ് മാറി. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ വറുത്തരച്ച മത്തങ്ങ എരിശ്ശേരി അല്ലെങ്കിൽ ഫ്രൈഡ് മത്തങ്ങ എരിശ്ശേരി റെഡി. വെളിച്ചെണ്ണ മുകളിൽ ഒന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവാറുള്ള ഒരു വിഭവം അല്ലേ മത്തങ്ങയും പയറും ചേർത്ത് എരിശ്ശേരി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ തേങ്ങയും വെളിച്ചെണ്ണ അവസാനം തോന്നിയതിൻ്റെ, അതുപോലെ തന്നെ ആ വറുത്ത താളിപ്പിട്ടതിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ സുന്ദരമാണ് ഇതിൻ്റെ രുചി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും പരീക്ഷിക്കും.